ആരാകും NDAയിലെ ഏറ്റവും വലിയ കക്ഷി? ഔദ്യോഗിക കണക്കനുസരിച്ച് BJP 72, JDU 71. അതായത് ആരാകും ഒറ്റക്കക്ഷി എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. 101 സീറ്റിൽ വെച്ചാണ് 101 സീറ്റുകളിൽ വീതമാണ് രണ്ട് പാർട്ടികളും മത്സരിച്ചത്. 101 സീറ്റിൽ മത്സരിച്ച BJP ഇപ്പോൾ 72 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതേപോലെ 101 സീറ്റിൽ മത്സരിച്ച JDU ഇപ്പോൾ 71 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. RJD 135 സീറ്റുകളിൽ മത്സരിച്ച RJDക്ക് വെറും 43 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. അതായത് MY എന്ന് പോലും പറയാൻ കഴിയില്ല. യാദവ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രമായി RJD ചുരുങ്ങുന്നു. മുസ്ലിം വോട്ടുകളും ഫ്രാക്ചേർഡ് ആകുന്നു. മുസ്ലിം വോട്ടുകളിലും വിള്ളൽ വരുന്നു. യാദവ പാർട്ടി മാത്രമായി RJD മാറുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാദവ യുവാക്കളുടെ മീശ പിരിച്ചുള്ള റീൽസ് ഒക്കെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്തിരിക്കുന്നു. യാദവ ഭരണം വന്നാൽ ഇതര OBC വിഭാഗങ്ങൾക്കും പിന്നാക്കക്കാർക്കും ദലിതർക്കും അത് നല്ലതാവില്ല എന്ന നിലയ്ക്കുള്ള ഒരു സാമൂഹികമായ ഏകീകരണം കൂടി ഉണ്ടായി എന്ന് തോന്നുന്നു. രംഗദാർ റീൽസ് RJDയെ സംബന്ധിച്ച് തിരിച്ചടിയാവുന്ന ലക്ഷണമാണ് കാണുന്നത്. 135 സീറ്റിൽ മത്സരിച്ച രാഷ്ട്രീയ ജനതാദൾ വെറും 43 സീറ്റിൽ മാത്രമാണ്. പാർട്ടിയുടെ കാര്യം കൂടി പറയാമെന്ന് തോന്നുന്നു. ആ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുമ്പോൾ മജ്ലിസ് പാർട്ടിയും അത് വളരെ പ്രധാനമാണ്. 2015 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും ഒരു സീറ്റിൽ പോലും അന്ന് മജ്ലിസ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 2020 5 സീറ്റിൽ വിജയിച്ചു. അത് സീമാഞ്ചൽ മേഖലയിലായിരുന്നു. ബംഗാളുമായി അതിര് പങ്കിടുന്ന മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ BJPയും ചിരാഗ് പാസ്വാനും വലിയ രണ്ട് സീറ്റിൽ മജ്ലിസ് പാർട്ടി ലീഡ് ചെയ്യുകയാണ്. ബൈസിയിൽ ഗുലാം സർവാർ ലീഡ് ചെയ്യുന്നു. ലീഡ് വളരെ മെച്ചപ്പെട്ട ലീഡാണ്. ഒരു റൗണ്ടേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. പക്ഷേ 7084 വോട്ട് എണ്ണുമ്പോൾ 6013 വോട്ടാണ് മജ്ലിസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉള്ളത്. തൊട്ടടുത്ത് ബൽറാംപൂർ, രണ്ടും അടുത്തടുത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മാത്രമല്ല രണ്ടും ബംഗാളുമായി അതിര് പങ്കിടുന്ന പ്രദേശമാണ്. മുസ്ലിം ഭൂരിപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ രണ്ടിടത്ത് വലിയ മുന്നേറ്റം നടത്താൻ AIMIM അതായത് OICയുടെ പാർട്ടിക്ക് കഴിയുന്നു. ഒരിടത്തെ ലീഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈസിയിൽ രതീഷ് പറഞ്ഞ ലീഡ് നോക്കൂ, 6013 വോട്ട്. അവിടെ N ബ്ലോക്കായിട്ട് വോട്ട് AIMIM കിട്ടിയിരിക്കുന്നു. ആകെ എണ്ണിയത് 7084 വോട്ടാണ്. ആദ്യ റൗണ്ടാണ്. പക്ഷേ റൗണ്ട് ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ എങ്കിലും ഒരു ട്രെൻഡായി കണക്കാക്കേണ്ടി വരും. ബൽറാംപൂരിലും സാമാന്യം മെച്ചപ്പെട്ട ലീഡ് തന്നെയാണ്. അവിടെ 984 വോട്ടിന്റെ ലീഡുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്തതു എന്നതൊക്കെ കൂടുതൽ വ്യക്തമായി വരികയാണ് ഈ മണിക്കൂറിൽ. അവിടെ നോക്കൂ, നമ്മൾ എങ്ങനെ ഈ മുസ്ലിം വോട്ടിന്റെ പാറ്റേൺ അവിടെ സംഭവിച്ചു എന്നുള്ളതൊന്നും നോക്കിയാൽ ഈ ബൈസി മണ്ഡലം മാത്രം നമ്മളൊരു ഉദാഹരണമായി എടുത്തു നോക്കിയാൽ MIMന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. AIMIMന്റെ OICയുടെ സ്ഥാനാർത്ഥി 6000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് വളരെ ചെറിയ വോട്ട് ഷെയറുമായി അവിടെ BJP ആണ്. നോക്കൂ, അവിടെ RJDയുടെ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് അബ്ദസ് സുബ്ഹാന് കിട്ടിയ വോട്ട് വെറും 986 വോട്ട് മാത്രമാണ്. അതായത് AIMIM 7000 വോട്ട് നേടുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ RJDക്ക് കിട്ടുന്നത് 986 വോട്ട് മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ MY കോമ്പിനേഷനിൽ Y മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. M ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മുസ്ലിം വോട്ടുകൾ RJDയിൽ നിന്ന് അകന്നു പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ബൈസി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ AIMIMന്റെ കാൻഡിഡേറ്റിന് 7000 വോട്ട് 7084 വോട്ട് കിട്ടുമ്പോൾ വെറും 986 വോട്ട് മാത്രമാണ് രാഷ്ട്രീയ ജനതാദളിന്റെ അബ്ദുൽ സുബ്ഹാന് കിട്ടുന്നത്. രണ്ടാം സ്ഥാനത്ത് BJP വരുന്നു. മുസ്ലിം വോട്ടുകളിൽ വന്നിട്ടുള്ള ഈ ഡിവിഷൻ അതൊരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് പോലുമല്ല. ബഹുഭൂരിപക്ഷം വോട്ടുകളും ഈ AIMIM പോലെയുള്ള പാർട്ടികളിലേക്ക് പോകുന്നു. സീമാഞ്ചൽ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള വലിയ തിരിച്ചടിയുടെ ഒരു സ്പെസിമെനാണ് നമ്മൾ ഈ കാണുന്നത്. അതെ, ഈ രണ്ട് സീറ്റുകൾ AIMIM ലീഡ് ചെയ്യുന്ന രണ്ട് സീറ്റുകൾ. അതിന് തൊട്ടടുത്ത സീറ്റിൽ BJP ആണ് ലീഡ് ചെയ്യുന്നത്. കിഷൻഗഞ്ചിൽ BJP ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത 3 സീറ്റുകൾ അത് JDU ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെ RJDക്കോ കോൺഗ്രസിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല തൊട്ടടുത്ത മറ്റൊരു സീറ്റിൽ കസ്ബയിൽ LJP ആണ് ലീഡ് ചെയ്യുന്നത്. അതിനടുത്ത സീറ്റിൽ വീണ്ടും BJP ആണ്. അതിന് തൊട്ടടുത്ത സീറ്റ് കൊർഖ, അവിടെയും BJP ആണ്. പൂർണിയയിൽ BJP ആണ്. പ്രാൺപൂർ BJP ആണ്. ഇതെല്ലാം ഈ ബംഗാളുമായി അതിരിടുന്ന സീമാഞ്ചൽ മേഖലയിലെ സീറ്റുകളാണ്. ഈ മേഖലയൊക്കെയാണ് വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് RJD. ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഭരണത്തിലേക്ക് എത്താൻ വേണ്ടി 2 റൗണ്ട് കഴിയുമ്പോൾ അതായത് കേരളത്തിൽ ബിനോയ് വിശ്വത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത. CPIയുടെ ഒരു സ്ഥാനാർത്ഥി സൂര്യകാന്ത് പസ്വാൻ ബക്രി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു 400 വോട്ടുകൾക്ക്. അതായത് CPIML 4-ലും CPIMും CPIയും ഓരോ സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു. 2 റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ബാഖരി മണ്ഡലത്തിൽ 400 വോട്ട് CPI സ്ഥാനാർത്ഥി സൂര്യകാന്ത് പസ്വാൻ ലീഡ് ചെയ്യുന്നു. മാത്രമല്ല CPM ലീഡ് ചെയ്യുന്നു പറയുമ്പോൾ CPIക്ക് സങ്കടമാണ്. ബീഹാറിൽ CPIക്ക് നേരത്തെ വേരോട്ടമുള്ള സ്ഥലമാണ്. സാധാരണ നിയമസഭയിൽ ഒരംഗമെങ്കിലും ഉണ്ടാകാറുള്ളതാണ്. ലോക്സഭയിലേക്ക് അംഗങ്ങളെ ജയിപ്പിക്കുന്ന 2 പതിറ്റാണ്ട് മുമ്പ് CPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ബീഹാർ. അതെ, അപ്പോൾ CPI ഇപ്പോൾ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. ബീഹാറിൽ CPMും ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. CPIML ലിബറേഷൻ ഇപ്പോൾ 5 സീറ്റിൽ ലീഡ് ചെയ്യുന്നു.
അഞ്ചല്ല 2 സീറ്റ് അല്ലേ? 5 സീറ്റിൽ 5 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നേരത്തെ 12 സീറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രകടനവും മോശമാണ്. പക്ഷേ അക്കൗണ്ട് ഉണ്ടാകും എന്ന സൂചനയാണ്. പക്ഷേ ആദ്യം 1-2 റൗണ്ടേ ആയിട്ടുള്ളൂ. CPI സ്ഥാനാർത്ഥി ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മണ്ഡലം ബക്രി, അത് 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. ആകെ 27 റൗണ്ട്, 400 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ. തീർച്ചയായും